Hello everyone, welcome back to our classes. So today in this video I will discuss about the topic that is reading mixed data types. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ഡാറ്റ ടൈപ്പ് റീഡ് ചെയ്യുന്നതാണ്. അതായത് ഒന്നുകിൽ ഒരു ഇൻറ്റീജർ, അല്ലെങ്കിൽ ഒരു റിയൽ വാല്യൂ, അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ സ്ട്രിങ്, ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് മാത്രം റീഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മിക്സഡ് ഡാറ്റ ടൈപ്സ് റീഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ബൈ യൂസിങ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഫംഗ്ഷൻ ദാറ്റ് ഈസ് Scanf. Okay, so for reading that input data contain mixed data. അത് നമ്മൾ ഇൻപുട്ട് ഡാറ്റ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അതിൽ എന്തുണ്ടാവും, മിക്സഡ് ഡാറ്റ ഉണ്ടാവും. അതായത് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ദാറ്റ് വി വിൽ ഓൾവേസ് ഹാവ് എ പെർട്ടിക്കുലർ ടൈപ്പ്. അതായത് ഒരു ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ ടൈപ്പുള്ള വാല്യൂ ആണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് മിക്സഡ് ഡാറ്റ. ഓക്കെ, സോ ഇൻപുട്ട് ഡാറ്റ ഐറ്റംസ് നമുക്ക് മിക്സഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. ബൈ യൂസിങ് Scanf ഫംഗ്ഷൻ. Scanf ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കൺട്രോൾ സ്പെസിഫിക്കേഷൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് ഫസ്റ്റ് %d, പിന്നെ %c, %f, %s. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. %d ഫസ്റ്റത്തെ ആർഗ്യുമെൻറ്റ് ഇൻറ്റീജർ ആണ്, അതുകൊണ്ടാണ് %d എന്ന് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ %c എന്ന് പറയുന്നത് കോഡിൻ്റെതാണ്. അപ്പോൾ രണ്ടാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് കോഡ് എന്ന് പറയുന്ന വാരിയബിളിലേക്കാണ്. മൂന്നാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് റേഷ്യോ എന്ന് പറയുന്ന വാരിയബിളിലേക്കാണ്. നാലാമത്തത് സ്ട്രിങ് ആണ്, അത് സ്റ്റോർ ചെയ്യേണ്ടത് നെയിം എന്ന് പറയുന്ന ഒരു അറയിലേക്കാണ്, ക്യാരക്ടർ അറയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് നമ്മൾ മിക്സഡ് ഡാറ്റ ഐറ്റംസ് റീഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഈ സ്പെസിഫിക്കേഷൻ എന്താണ്, ഇൻറ്റീജറിൻ്റെതാണ്, %d. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കൗണ്ട് എന്ന് പറയുന്ന ഇൻറ്റീജർ വാരിയബിൾ ആണ്. സോ c ഇതെന്തിൻ്റെതാണ്, ഇത് %c എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിൻ്റെതാണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ ആ ക്യാരക്ടർ സ്റ്റോർ ചെയ്യേണ്ട വാരിയബിൾ ആണ്. ഇനി ഈ %f എന്തിൻ്റെതാണ്, ഈ റേഷ്യോ എന്ന് പറയുന്ന ഇതിൻ്റെതാണ്. അപ്പോൾ %f എന്ന് പറയുന്ന റേഷ്യോ എന്ന് പറയുന്ന വാരിയബിളിൻ്റെ സ്പെസിഫിക്കേഷനാണ്. %s എന്ന് പറയുന്നത് ഈ നെയിം എന്ന് പറയുന്നതിൻ്റെ സ്പെസിഫിക്കേഷനാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും, ഈ ഫസ്റ്റ് വൺ ആമ്പർസെൻറ്റ് കൊടുത്തിട്ടുണ്ട് ബിക്കോസ് അത് ഇൻറ്റീജർ ആണ്. രണ്ടാമത്തെ ആമ്പർസെൻറ്റ് കോഡ് കൊടുത്തിട്ടുണ്ട് ബിക്കോസ് അത് സിംഗിൾ ക്യാരക്ടർ ആണ്. മൂന്നാമത്തെ റേഷ്യോ സിംഗിൾ വാല്യൂ ആണ്, ദാറ്റ് മീൻസ് വി ആർ സ്റ്റോറിങ് ഫ്ലോട്ട് വാല്യൂ, അതുകൊണ്ടും ഇവിടെ ആമ്പർസെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ %s മാത്രം വി ആർ നോട്ട് ഗിവിങ് ആമ്പർസെൻറ്റ്. വൈ? ബിക്കോസ് %s യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നത് എന്താണ്, ഒരു സ്ട്രിങ് ആണ്. ദാറ്റ് ഈസ് വൈ ഐ എം നോട്ട് ഗിവിങ് ആമ്പർസെൻറ്റ് സിമ്പിൾ ഹിയർ. Okay, so input data items should match the control specification in order and type. അപ്പോൾ ഇങ്ങനെ മിക്സഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ഐറ്റംസ് എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം ഇൻ ഓർഡർ ആൻഡ് ടൈപ്പ്. ഓക്കെ, സോ വി വിൽ സീ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. സോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ജസ്റ്റ് ഐ എം ഗിവിങ് എ മെസ്സേജ് printf enter values for a b c and d. അതായത് 4 വേരിയബിൾസ് ഉണ്ട്, എൻ്റെ കയ്യിൽ 4 വേരിയബിൾസ് ഉണ്ട്. ആ 4 എണ്ണത്തിനും വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സപ്പോസ് ഐ ആം യൂസിങ് Scanf ഫംഗ്ഷൻ ടു റീഡ് ദാറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് Scanf ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റീഡ് ചെയ്യാം. ഞാനിങ്ങനെ കൊടുക്കുകയാണ് %d ബിക്കോസ് ഞാൻ ഉദ്ദേശിക്കുന്ന a എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. ഇനി b, ഇഫ് b എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണെങ്കിൽ അതിൻ്റെത് %f ആണ്. ഇനി സിയുടെ വാല്യൂ അതൊരു ക്യാരക്ടർ ആണ്, അതുകൊണ്ട് ഞാൻ %c ആണ് കൊടുക്കുന്നത്. ഇനി നാലാമത്തത് d ഒരു സ്ട്രിങ് ആണ്, അതുകൊണ്ട് ഞാൻ %s എന്നാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൊമ ഇട്ടതിന് ശേഷം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക, ഫസ്റ്റ് a വാരിയബിൾ നെയിം കൊടുക്കുക %a ബിക്കോസ് ഇൻ്റ് ആയതുകൊണ്ട് ആമ്പർസെൻറ്റ് വേണം. രണ്ടാമത്തത് %b രണ്ടാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ബിയിലാണ്. %c മൂന്നാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് സിയിലാണ്. നാലാമത്തെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് d എന്ന് പറയുന്ന വാരിയബിളിലാണ്. ബട്ട് ഇവിടെ d നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആണ്, മേ ബി ഇറ്റ് ഇസ് എ സ്ട്രിങ്. അപ്പോൾ ഈ സ്ട്രിങ് റീഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ആമ്പർസെൻറ്റിൻ്റെ ആവശ്യമില്ല. സോ വി ആർ ഗിവിങ്
ഡി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വാല്യൂസ് റീഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ റീഡ് ചെയ്ത വാല്യൂസ് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാണ്. എ ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി, ബി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ്, സി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് സി ആൻഡ് ഡി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് എ, ബി, സി, ഡി. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഡിക്ക് പകരം എന്താണ് വരിക, എയുടെ വാല്യൂ ആണ് വരിക. ഈ പെർസെൻറ്റേജ് എഫിന് പകരം ഔട്ട്പുട്ടിൽ എന്താണ് വരിക, ബിയുടെ വാല്യൂ ആണ്. ഈ പെർസെൻറ്റേജ് സിക്ക് പകരം വരുന്നത് സിയുടെ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡി പെർസെൻറ്റേജ് എസിന് പകരം ഔട്ട്പുട്ട് വരുന്നത് എന്തായിരിക്കും, ഡിയുടെ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതേ രീതിയിൽ തന്നെ സ്കാനഫിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ പെർസെൻറ്റേജ് ഡി എന്തിൻ്റെതാണ്, ഫസ്റ്റത്തെ വാരിയബിളായ എയുടേതാണ്. രണ്ടാമത്തെ പെർസെൻറ്റേജ് എഫ് എന്തിൻ്റെതാണ്, ബിയുടേതാണ്. മൂന്നാമത്തെ പെർസെൻറ്റേജ് സി എന്തിൻ്റെതാണ്, സിൻ്റെതാണ്, സി എന്ന് പറയുന്ന വാരിയബിളിൻ്റെതാണ്. ഈ പെർസെൻറ്റേജ് എസ് എന്തിൻ്റെ കൺട്രോൾ സ്പെസിഫിക്കേഷനാണ്, ഡി എന്ന് പറയുന്ന അറയുടെ സ്പെസിഫിക്കേഷനാണ്. അപ്പോൾ നമ്മളിവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 വാരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇൻറ്റീജർ ആണെന്ത് എ, അപ്പോൾ ഇൻറ്റ് എ എന്ന് പറയുന്ന വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. ബി എന്താണ്, ഫ്ലോട്ട് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഫ്ലോട്ട് ബി എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ സി എടുക്കുന്നത് എന്തായിട്ടാണ്, പെർസെൻറ്റേജ് സി ആയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഞാനത് കെയർ ടൈപ്പിലാണ് എന്ത് ചെയ്യേണ്ടത്, ഡിക്ലെയർ ചെയ്യേണ്ടത്, കെയർ സി. ഇനി ഡിയുടെ പ്രത്യേകത എന്താണ്, ഡി എന്ന് പറയുന്ന വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത് ഒരു സ്ട്രിങ് ആയിട്ടാണ്. അപ്പോൾ സ്ട്രിങ്ങിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ടാവും, വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അത് കിട്ടാൻ വേണ്ടി സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു സൈസ് കൊടുക്കുക, ഡി ഓഫ് 20. അപ്പോൾ ഒരു സ്ട്രിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം ഒന്നിൽ കൂടുതൽ വാല്യൂസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളുടെ പേര്, ഇതൊരു സ്ട്രിങ് ആണ്, ഇതിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ കെയർ ഡി എന്ന് പറഞ്ഞ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വെറും ഒരക്ഷരം മാത്രം അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഡി ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈസ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കൊടുക്കുന്നത്. ഇത് അതിൻ്റെ മാക്സിമം സൈസ് ആണ്. ഓക്കെ, നൗ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു എക്സിക്യൂട്ട് ദിസ് പ്രോഗ്രാം. സോ കമ്പൈൽ ചെയ്യുന്നതിന് മുന്നേ ഞാനിത് ഒരു പേരിൽ സേവ് ചെയ്തു. ആൻഡ് we have no errors, so we can run this program. So it is asking enter the value for a, b and c. അപ്പോൾ ഈ ഒരു ലൈനാണ് ഇവിടെ വർക്ക് ചെയ്തത്, a, b and c, a, b, c and d. അപ്പോൾ നമ്മൾ 4 വാല്യൂസ് കൊടുക്കണം. ഫസ്റ്റത്തെ വാല്യൂ കൊടുക്കേണ്ടത് ഇൻ്റ് ആണ്. അപ്പോൾ ഞാനൊരു ഇൻറ്റീജർ വാല്യൂ 12 കൊടുത്തു, കോമ സ്പേസ് ഇട്ടതിന് ശേഷം. രണ്ടാമത്തത് കൊടുക്കേണ്ടത് നമുക്കറിയാം പെർസെൻറ്റേജ് എഫ് ഫ്ലോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ബി. അപ്പോൾ ഞാനൊരു 15.63 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഇനി മൂന്നാമതായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് പെർസെൻറ്റേജ് സി ആണ്. അപ്പോൾ പെർസെൻറ്റേജ് സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ക്യാരക്ടറാണ് എൻ്റർ ചെയ്യേണ്ടത്. ഞാൻ എൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വൈ എന്ന് പറയുന്ന ക്യാരക്ടർ എൻ്റർ ചെയ്തു. അതുപോലെ തന്നെ നാലാമത്തത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് ഞാൻ ഹലോ എന്നും എൻ്റർ ചെയ്തു. അപ്പം വി ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ടായിട്ട് ഈ ഒരു ലൈനാണ് ഔട്ട്പുട്ടിൻ്റെ ലൈന്. അതാണ് ഇവിടെ എക്സിക്യൂഷൻ ചെയ്തത്. ഔട്ട്പുട്ടിൽ എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് പെർസെൻറ്റേജ് ഡിക്ക് പകരം എന്ത് ചെയ്തു, അതിൻ്റെ വാല്യൂ കൊടുത്തു. ബി ഈക്വൽ ടു ബിയുടെ വാല്യൂ വന്നു, സി ഈക്വൽ ടു സിയുടെ വാല്യൂ ആയിട്ട് വൈ എന്ന് വന്നു, ഡി ഈക്വൽ ടു നമ്മുടെ സ്ട്രിങ് ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് വന്നു. സോ ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സഡ് വാല്യൂസിന് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈനിൽ സ്കാനഫ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റീഡ് ചെയ്തത് എന്താണ്, മിക്സഡ് വാല്യൂസ് ആണ് അല്ലേ. ഒന്നാമത്തത് എന്താണ്, ഒരു ഇൻ്റ് ആണ്, രണ്ടാമത്തെ ഫ്ലോട്ടാണ്, മൂന്നാമത്തെ ഒരു ക്യാരക്ടറാണ്, നാലാമത്തെ ഒരു സ്ട്രിങ് ആണ്. ഇതുപോലെ നമുക്ക് മിക്സഡ് വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്കാനഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സഡ് വാല്യൂസ് എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്. സോ ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ വെൻ വി അറ്റംപ്റ്റ് ടു റീഡ് ആൻ ഐറ്റം ദാറ്റ് ഡസ് നോട്ട് മാച്ച് ദ ടൈപ്പ് എക്സ്പെക്റ്റഡ്, സ്കാനഫ് സ്റ്റോപ്സ്. അതായത് നമ്മൾ ഇൻറ്റീജർ ആണ് പെർസെൻറ്റേജ് ഡി കൊടുത്തതിന് ശേഷം പെർസെൻറ്റേജ് ഡി കൊടുത്തിട്ട് ഈ പെർസെൻറ്റേജ് ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റീജർ ആണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻറ്റീജറിന് പകരം ഞാൻ എ എന്ന് പറയുന്ന ക്യാരക്ടർ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനഫ് റീഡിങ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ബാക്കിയുള്ള ഈ പെർസെൻറ്റേജ് സി ആയത് കോഡിലേക്ക്, അതുപോലെ തന്നെ റേഷ്യോയിലേക്ക്, അതുപോലെ തന്നെ നെയിമിലേക്കൊന്നും നമുക്ക് എന്ത് ചെയ്യൂല, വാല്യൂ കിട്ടൂല. അപ്പം വെൻ എവർ എൻ ഐറ്റം ദാറ്റ് ഡസ് നോട്ട് മാച്ച് ദ ടൈപ്പ് എക്സ്പെക്റ്റഡ് ടൈപ്പ് അല്ലാത്ത ഒരു വാല്യൂ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്കാനഫ് എന്ത് ചെയ്യും, സ്കാനഫ് വിൽ സ്റ്റോപ്പ് റീഡിങ്.
ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മെയിനായിട്ടുള്ള വേറൊരു പോയിൻ്റാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് ഡാറ്റ ഐറ്റംസ് ഷുഡ് മാച്ച് ദ കൺട്രോൾ സ്പെസിഫിക്കേഷൻസ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റ ഐറ്റംസ് എന്തിനെ മാച്ച് ചെയ്യണം? കൺട്രോൾ സ്പെസിഫിക്കേഷനെ മാച്ച് ചെയ്യണം. ഞാനിവിടെ %d എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു ഇൻറ്റീജർ ആണ് കൊടുക്കേണ്ടത്, സംതിങ് ലൈക്ക് 12 അല്ലേ. %c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ടായിട്ട് ഒരു ക്യാരക്ടറാണ് കൊടുക്കേണ്ടത്, സംതിങ് ലൈക്ക് ഫോർ എക്സാമ്പിൾ y. ഇനി ഇവിടെ %f എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ട് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഒരു %s എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാലാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കണം? ഒരു സ്ട്രിങ് ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഇൻപുട്ട് ഡാറ്റ ഐറ്റംസ് മസ്റ്റ് മാച്ച് വാട്ട്? കൺട്രോൾ സ്പെസിഫിക്കേഷൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും ഇവിടെ കൊടുത്തിരിക്കുന്ന കൺട്രോൾ സ്പെസിഫിക്കേഷനും എന്ത് ചെയ്തിരിക്കണം? മാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞത്. സോ ഇങ്ങനെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻപുട്ട് ഡാറ്റയായിട്ട് ഇതുപോലുള്ളൊരു ഡാറ്റ നമുക്ക് കൊടുക്കാൻ പറ്റും. ഫസ്റ്റത്തെ %d കോഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15 വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ കൗണ്ട്. ഇനി p എന്ന് പറയുന്ന വാല്യൂ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ കോഡ്. 1.575 അത് എന്തിലേക്ക് സ്റ്റോർ ചെയ്യും? റേഷ്യോയിലേക്ക് സ്റ്റോർ ചെയ്യും. ബാസിത്ത് എന്ന് പറയുന്ന ഒരു വാല്യൂ എന്തിലേക്ക് സ്റ്റോർ ചെയ്യും? നെയിം എന്ന് പറയുന്ന അറയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഓർഡറിൽ, നമ്മൾ കൊടുത്ത ഈ ഒരു കൺട്രോൾ സ്പെസിഫിക്കേഷൻ്റെ ഓർഡറിൽ, നമ്മൾ കൊടുത്ത ആർഗ്യുമെൻറ്റിൻ്റെ ഓർഡർ ഇതൊക്കെ സെയിം ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ എക്സ്പെക്റ്റഡ് അല്ലാത്ത ടൈപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് scanf will stop reading. But some compilers allow integer of real and vice versa. ബട്ട് ടൈപ്പ് സെയിം ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് എന്നാലും ചില കമ്പൈലർ ഇൻറ്റിന് പകരം എന്ത് അലോ ചെയ്യുന്നുണ്ട്? ഫ്ലോട്ട് അലോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ %d എന്ന് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇൻപുട്ടായിട്ട് ഒരു 12.5 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 0.5 കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? 12 എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാനിപ്പം %f എന്ന് കൊടുത്തിട്ട് വാല്യൂ ആയിട്ട് ഒരു 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 12നെ എന്താക്കി കൺവേർട്ട് ചെയ്യും? 12.0 ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ കൊടുക്കുന്ന ടൈപ്പ് അതേ ടൈപ്പിൽ തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കണം. ബട്ട് ചില കമ്പൈലർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻറ്റ് അതുപോലെ തന്നെ റിയൽ ഈ ഒരു ട്രാൻസ്ലേഷൻ അനുവദിക്കുന്നുണ്ട്. ഇൻറ്റിന് പകരം ഫ്ലോട്ട് കൊടുത്താലും ഫ്ലോട്ടിന് പകരം ഇൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും ചില കമ്പൈലേഴ്സ് എന്ത് ചെയ്യും? അലോ ചെയ്യും. ബട്ട് സം കമ്പൈലേഴ്സ് വിൽ നോട്ട് അലോ ദാറ്റ് ഓൾസോ. ചില കമ്പൈലർ എന്ത് ചെയ്യൂല? അതും എന്ത് ചെയ്യുന്നില്ല? അലോ ചെയ്യുന്നില്ല. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സഡ് ഡാറ്റ റീഡ് ചെയ്യുന്നത് ബൈ യൂസിങ് scanf ഫംഗ്ഷൻ. സോ scanf ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മിക്സഡ് ഡാറ്റ റീഡ് ചെയ്യാം. സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു.